സിൽവർ മെഡലും കരസ്ഥമാക്കിയ തല്ലപ്പള്ളി കൊടിപ്പറമ്പ് തുളസി ഭവനിൽ സുനിൽ കുമാറിന്റെയും കുമാരി തുളസിയുടെയും മകൾ എസ് ഗോവിന്ദിനെ സ്വാഗതം ചെയ്യുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ വർഷ പിള്ളയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മാറല്ലേ. ചേട്ടാ ഒതുങ്ങില്ല കേട്ടോ. നമ്മുടെ ആലൻമൂട് പ്രദേശത്തിനും കൂടി കടന്നു വരാം. ആലൻമൂട് പ്രദേശ സുഹൃത്തുക്കൾ,
അരങ്ങേറ്റുന്ന ബഹുമാനപ്പെട്ട അനീതനായ ഈ സമ്മേളനത്തിൽ ബോധം പറഞ്ഞ സെക്രട്ടറി നമ്മുടെ ഈ കരിമ്പൂർ കോണത്തമ്മ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ നടൻ ശ്രീ ജയന്തി ശ്രീകുമാർ അവർ ഈ മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട എന്നത് മുഖ്യ അതിഥിയായി ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിലെല്ലാ ജനങ്ങളും പങ്കെടുത്തത് വളരെ വിജയകരമായി നടത്തിയ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. മാത്രമല്ല കരിമ്പൂക്കോണത്തമ്മയുടെ മൂടുപുഴ ദേവി ക്ഷേത്രത്തിൽ 9ാമത് കരിമ്പൂക്കോണത്ത് പുരസ്കാരം സാംസ്കാരിക സമ്മേളനത്തെ എന്നെ വിളിച്ചതിനുള്ള ആ ആത്മീയബന്ധം അതിന് പങ്കാളിത്തം എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ട് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ സൗണ്ട് കേൾക്കുന്നത് പൊളിഞ്ഞു കഴിഞ്ഞു. പുരസ്കാര സമർപ്പണം നടത്തിയ ശ്രീ സുരേന്ദ്രൻ, അത് ഏറ്റുവാങ്ങിയ അഭിനയ ചക്രവർത്തിയായ ശ്രീ ജഗതി ശ്രീകുമാർ അവർ, ആശംസകൾക്കായി കൂടെ എത്തിയിട്ടുള്ള ഇടവക്കോട് വാർഡ് കൗൺസിലർ ശ്രീ ദേവി, ശ്രീ രവീന്ദ്രൻ നായർ, ശ്രീമതി രാജമ്മ ടീച്ചർ, വനിതാ സമിതി പ്രസിഡന്റ് ശ്രീമതി വിജയമ്മ, നടനഭൂഷണം ശ്രീ രാധമ്മ, നാരായണി ടീച്ചർ, വിജയ സുദർശൻ, പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ വിനോദ് കുമാർ, പുരാണപാരായണം പ്രവർത്തിക്കുന്ന ശ്രീ ചെറുശ്ശേരി, യുവജന സമിതി പ്രസിഡന്റ് ശ്രീ ഗോപി, ശ്രീ പ്രതാപ് കുമാർ, ഇവിടെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആദരവൊഴുക്കി വാങ്ങിയിട്ടുള്ള വിവിധ ജീവിത മേഖലകളിലെ വിജയം കരസ്ഥമാക്കിയ അവാർഡ് ജേതാക്കളായിട്ടുള്ള സുഹൃത്തുക്കളെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മുഖ്യ പ്രഭാഷണമൊന്നും ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ ഇന്നത്തെ സന്ധ്യാസമയത്ത് സാധിച്ചതിൽ വളരെ കൃതാർത്ഥതയുണ്ട്. ഒരു ഹാസ്യ നടനമില്ല, അഭിനയ രംഗത്ത് തന്നെ മുടിയുള്ള നടനാണ് ശ്രീ ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ അനുജനുടെ വസതിക്ക് അടുത്താണ് ഞങ്ങൾ കൊണ്ട് വടക്കൻ മലബാറിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസമുറപ്പിച്ചത് ജഗതി എന്ന സ്ഥലത്ത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു നടനും സംവിധായകനും ഒക്കെ ആയിരുന്നു, നാടക സംവിധായകനും ഒക്കെ ആയിരുന്നു ജഗതി ശ്രീകുമാർ അവർ. പിൽക്കാലത്ത് നമ്മളെന്നും ഓർമ്മിക്കുന്ന മികച്ച രംഗങ്ങളാണ് സിനിമകളിലൂടെ അവതരിപ്പിച്ച ആളാണ്. അവിടെ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഒട്ടും തന്നെ ശ്രമം ആവശ്യമില്ല. പല നടന്മാരും ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് അവരവർക്ക് തന്നിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അത് ഹാസ്യമാണെങ്കിലും ശരി, വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ശരി, ഒരുപാട് പ്രയാസപ്പെടുകയാണ്. നമുക്കറിയാം, പലരും ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് സക്സസ്ഫുൾ ആകുക. സെൽവൻ do we find
എന്താണ് such people doing full justice to the roles which they portray in the films വളരെ അപൂർവമാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് തൊട്ടതൊക്കെ പൊന്നാക്കിയ ആളാണ് ശ്രീ ശ്രീകുമാർ. പ്രത്യേകിച്ച് റോളുകൾ കൈകാര്യം ചെയ്യുന്നത് അദ്വിതീയമായ പ്രാഗൽഭ്യവും പ്രദർശിപ്പിച്ച അതുല്യ പ്രതിഭാധനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്തുകൊണ്ടും ആദരവ് അർഹിക്കുന്നു. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായിട്ട് അദ്ദേഹം ഒരു വലിയ അപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് ക്രമേണ വിമുക്തനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ആദ്യകാലത്തുണ്ടായിരുന്ന പാരവശ്യവും അതേപോലെയുള്ള പ്രയാസങ്ങളും ഒക്കെ തന്നെ കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മാറും എന്നല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹി വിൽ കം ബാക്ക് ടു ഓർ ലീപ് ബാക്ക് ടു നോർമൽസി. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിനാണ് കേൾക്കുപ്പോണത്തമ്മ പുരസ്കാരം ഇത്തവണ കൊടുത്തിട്ടുള്ളത്. വളരെ ഉചിതമായ തീരുമാനം തന്നെ. അതേപോലെ തന്നെ ഇവിടെ യുവജനങ്ങളുടെ സംഘടന കണ്ടു. വാർദ്ധക്യത്തിലെയും കാലൂന്നിയ ആൾക്കാരുടെ സംഘടന ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അതേപോലെ കൗമാരക്കാരുടെ സംഘടന ബന്ധിപ്പിക്കാനും ഒക്കെയുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അനവധി അസോസിയേഷൻസോ അല്ലെങ്കിൽ സംഘടനകളെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുടെ പ്രവർത്തന രംഗം എന്ന് പറയുന്നത്. വളരെ നല്ലതാണ്. ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ ദേവിയുടെ അവതാരങ്ങൾ വാഴ്ത്താനോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തെക്കുറിച്ചോ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചോ സംസാരിക്കാനോ അല്ല. കാരണം ഒരുപാട് ആളുകളെയും സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ദേവിയുടെ പ്രഭാവത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഇല്ലാത്ത ഈ അന്തരീക്ഷത്തിലെ ഓരോ ഭാഗത്തും എനിക്ക് തോന്നുന്നു ദേവിയുടെ തുടിപ്പുകളുണ്ട്. പൾസേഷൻസ് ഉണ്ട്. ലോകാനതീത്യ ലളിതേ ലളിതാപേന ഉച്യതേ. ലോകത്തെ അതിക്രമിച്ച് ഗ്രഹിക്കുന്നവർ റെലൻസ് ഓഫ് എക്സിസ്റ്റൻസ് എന്തെല്ലാം ഭൂമി മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്ന ഈ സ്ഥലം മാത്രമല്ല, അനവധി അസംഖ്യം തലങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ അർഹതയാണ് ദേവി നടത്തുന്നത്. അപ്പൊ ആ ദേവിയെ ആരാധിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. എന്തും ദൈവമാണ്. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് പ്രധാന പ്രഭാഷണം എന്നുള്ള രീതിയിലൊന്നുമല്ല, മുഖ്യ പ്രഭാഷണം എന്നുള്ള രീതിയിലല്ല. ഇവിടെ പണ്ട് നമ്മൾ ഈ കോവിഡ് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ നാമത്തെക്കുറിച്ചുമുള്ള ഒരു ക്ലാസ് നടത്തിയിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ പരമാവധി. അത് പെട്ടെന്ന് നിന്നുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോൾ നമുക്ക് കൂടാനോ സംസാരിക്കാനോ പറ്റാത്ത സാഹചര്യം സംജാതമായതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും നടത്തിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തുറന്നുകൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ നമ്മളത് തുടരാനായിട്ട് സംസാരം നടക്കുന്നുണ്ട്. അത് മിക്കവാറും ഈ മാസം തൊട്ട് അത് വീണ്ടും തുടങ്ങാനായിട്ട് സാധിക്കും. അതായത് ഒന്നേന്നെടുക്കണം. നമ്മൾ പല കാര്യങ്ങളും മറന്നുപോയി കാണും. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിന്റെ പ്രസക്തി പ്രാധാന്യവും പറഞ്ഞ് എങ്ങനെ ലളിതാ സഹസ്രമുള്ള കാര്യങ്ങൾ, അതിന്റെ ഉപനിഷത്തുകളെ കുറിച്ചോ പുരാണങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിഹാസ കാവ്യങ്ങളെ കുറിച്ചോ ഒക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മളത് ദേവിയുടെ ഓരോ നാമങ്ങളും നാമാവലി എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വായിച്ചു പോകാൻ പറ്റുന്നത് കൂടാതെ നമുക്കതിനെ വേണമെങ്കിൽ ചതുർത്ഥാന്ത നാമാവലിയെ പോലെ ഓം എന്ന് ചേർത്ത് മഹ എന്ന അവസാനം ചേർത്ത് വേണമെങ്കിൽ അതിനെ ഒരു മന്ത്രമായിട്ട് നമുക്ക് ഉപാസിക്കാൻ പറ്റും. ഭയങ്കര ശക്തിയാണ്. മന്ത്ര ഈസ് ഇമ്മൻസ്ലി പവർഫുൾ. വളരെ പൊട്ടൻ്റാണ്. അസാമാന്യ ശക്തിയാണ് ഓരോ മന്ത്രങ്ങൾക്കും. അത് നമ്മുടെ ശബ്ദത്തിനും അതേപോലെ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾക്കും